തലച്ചോറിലെ സിരാകേന്ദ്രങ്ങൾ കാലക്രമേണ ക്ഷയിച്ചു പോകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. ശരീരചലനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നിർമ്മിക്കുന്ന കോശങ്ങളാണ് നശിക്കുന്നത്. ഡോപ്പമിൻ്റെ അളവ് 70% കുറയുമ്പോഴാണ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. പേശീകാഠിന്യം ശരീരത്തെ ആകെ ബാധിച്ചു കഴിയുമ്പോൾ പാർക്കിൻസൺസ് രോഗി നടക്കാൻ തുടങ്ങുമ്പോൾ ശരീരം മുൻപോട്ട് കുനിയുകയും ഹ്രസ്വവും വേഗതയേറിയതുമായ കാൽവെപ്പുകളിലൂടെ മുന്നോട്ട് നീങ്ങേണ്ടി വരികയും ചെയ്യും. ഞെട്ടലോടെയുള്ള ചലനങ്ങളായിരിക്കും രോഗിയിൽ കാണപ്പെടുക. ചിലപ്പോൾ ചലനം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നിന്നുപോയേക്കാം. താങ്ങില്ലാതിരുന്നാൽ രോഗി മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. കുറയുകയോ കൂടുകയോ ചെയ്യാത്ത ഏകസ്വരത്തിലുള്ള സംഭാഷണ ശൈലിയായിരിക്കും പാർക്കിൻസൺസ് രോഗി അവലംബിക്കുക. ശബ്ദം വളരെ പതുക്കെയായിരിക്കും. ചുണ്ടുകൾ കഠിനവും വിറയലുള്ളതുമായതിനാൽ വായിലൂടെ തുപ്പൽ ഒലിച്ചിറങ്ങിയേക്കാം. പ്രധാനമായും 2 തരത്തിലാണ് പാർക്കിൻസോൺസും ഉള്ളത്. ഒന്ന് ഇഡിയോപ്പതിക് പാർക്കിൻസോൺസും, അതായത് വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാകുന്ന പാർക്കിൻസോൺസും. വേറൊന്ന് സെക്കൻഡറി പാർക്കിൻസോൺസും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാൽ ഉണ്ടാകുന്ന അസുഖം പാർക്കിൻസോൺസും പോലെ ഉണ്ടാകുന്നത്. ഈ സെക്കൻഡറി പാർക്കിൻസോൺസും അഥവാ വേറെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പാർക്കിൻസോൺസത്തിൻ്റെ ഒരു പ്രധാന കാരണം മാനസിക വിഭ്രാന്തിക്കുള്ള മരുന്നുകൾ ദീർഘകാലമായി കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ മയക്കുമരുന്നുകൾക്ക് അടിമയായ ആളുകൾക്കും ഈ പാർക്കിൻസോൺസും അഥവാ സെക്കൻഡറി പാർക്കിൻസോൺസും ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപൂർവമായെങ്കിലും വളരെ കൂടുതൽ പ്രാവശ്യം തലച്ചോറിന് പരിക്ക് പറ്റുക, പ്രധാനമായും ബോക്സിംഗ് അതുപോലെയുള്ള വിനോദങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. ഇത് റിപ്പീറ്റഡായിട്ട് നമുക്ക് തലച്ചോറിനോ തലക്കോ പരിക്കുകൾ പറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് പാർക്കിൻസോൺസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പ്രകടമായി കാണുന്ന ഭാവമാറ്റം രോഗിയിൽ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ഉറ്റ സുഹൃത്തുക്കളെയോ ഏറ്റവും അടുത്ത ബന്ധുക്കളെയോ കണ്ടാൽ പോലും ഇവരുടെ മുഖത്ത് യാതൊരു ഭാവം മാറ്റവും ഉണ്ടാവില്ല. കാണപ്പെടുന്ന ഒരേ ഭാവം ചൈതന്യം പൂർണ്ണമായും നഷ്ടപ്പെട്ട നിസ്സംഗത മാത്രമായിരിക്കും. അലക്ഷ്യമായി എവിടെയോ തറപ്പിച്ചു നോക്കുന്ന രീതി, മറ്റുള്ളവരിൽ സഹതാപം ജനിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇവരുടെ നടത്തം. ഇരുന്നിട്ട് എണീക്കാൻ ബുദ്ധിമുട്ട്, നടക്കാൻ വളരെ പ്രയാസം എന്നിവ അനുഭവപ്പെടും. കൈയക്ഷരം വായിക്കാൻ പറ്റാത്ത വിധം തീരെ ചെറുതായി പോകും. രോഗം തീവ്രമാകുമ്പോൾ ഓർമ്മശക്തിയെ ബാധിക്കുന്നതിനൊപ്പം പ്രവൃത്തികളെല്ലാം മന്ദഗതിയിലായേക്കാം. ഒരു സിംഗിൾ ടെസ്റ്റ് മാത്രം ചെയ്ത് രോഗിക്ക് പാർക്കിൻസോൺസും ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണമായിട്ടാണോ അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾക്ക് കാരണമാണോ ഈ പാർക്കിൻസോൺസും ഉണ്ടായത് എന്നറിയാൻ വേണ്ടി ചിലപ്പോഴൊക്കെ MRI അല്ലെങ്കിൽ പെറ്റ് സ്കാൻ, ഡാറ്റ് സ്കാൻ എന്നിങ്ങനെയുള്ള സ്കാനുകൾ ആവശ്യമായി വന്നേക്കാം. പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് പാർക്കിൻസോൺസ് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. അഥവാ അത് രോഗിയെ നേരിട്ട് പരിശോധിച്ച് അതിന് ശേഷം ഡയഗ്നോസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് പാർക്കിൻസൺസ് ഡിസീസോ പാർക്കിൻസൺസ് ഡിസീസ് ലൈക്ക് സിംറ്റംസ് വരാം. സേ ഫോർ എക്സാമ്പിൾ ഒരു ഡ്രഗ്സ് ആയിരിക്കും ഏറ്റവും കോമൺ. സൈക്യാട്രിക് ഡ്രഗ്സ്, ആൻറ്റി-സൈക്കോട്ടിക് ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് ഈ ഡോപ്പമീൻ കെമിക്കൽ കുറയുന്നത് കൊണ്ട് ഈ പേഷ്യൻസിന് പാർക്കിൻസോണിയൻ സിംറ്റംസ് വരാം. ബട്ട് അതൊരു ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസൺസ് എന്ന് പറയും. അതൊരു ഡെഫിനറ്റ് ഇഡിയോപ്പത്തിക് ഓർ സ്പെസിഫിക് പാർക്കിൻസൺസ് ഡിസീസ് അല്ല. വേറെ ഒരു കാരണം ഇത് വരാവുന്നത് കെമിക്കൽസ് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ചില പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരാം. അല്ലെങ്കിൽ പ്രഷറിൻ്റെ, ഹൈ ബ്ലഡ് പ്രഷറിന് ചില ഡ്രഗ്സ് യൂസ് ചെയ്യും, ആംലോഡിപ്പീൻ അല്ലെങ്കിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ ചില ഡ്രഗ്സ് ലൈക്ക് സൈബീലിയം, ഇങ്ങനത്തെ ഡ്രഗ്സ് കുറേ നാളത്തേക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് ഏർലി പാർക്കിൻസോണിയൻ സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്. പാർക്കിൻസൺസ് രോഗം പഴക്കമേറിയാൽ നാക്കിലും കൺപോളകളിലും വിറയൽ പ്രത്യക്ഷപ്പെടാം. അത്തരം ഘട്ടത്തിൽ വിശ്രമാവസ്ഥയിലെ വിറയൽ കൂടുതൽ പ്രകടമായി തീരും. നടക്കുമ്പോഴുള്ള കൈവീശലിന്റെ താളക്രമം തെറ്റുകയോ ഇല്ലാതാവുകയോ ചെയ്യും. നടക്കുന്ന സമയത്ത്
ശരീരത്തിന്റെ ബാലൻസ് ക്രമീകരിക്കാൻ രോഗിക്ക് കഴിയില്ല. പേശികളുടെ കോച്ചിവലി നിമിത്തം നന്നായി എഴുതാനും കഴിയുന്നില്ല. ശ്രദ്ധയോടെ ചെയ്താൽ ഏതാനും മിനിറ്റ് നേരത്തേക്ക് ഇത് ശരിയാകുമെങ്കിലും ശ്രദ്ധ മാറുമ്പോൾ പഴയ രീതിയിലാകും. സ്പർശനശേഷിക്ക് നാശം സംഭവിക്കുന്നില്ല. പാർക്കിൻസൺസ് രോഗത്തിന്റെ ചികിത്സാ രംഗത്ത് നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത രോഗമാണ് പാർക്കിൻസൺസ്. രോഗം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കാണ് ചികിത്സ. പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ വലിയ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1950s ഒരു കനേഡിയൻ ന്യൂറോ സർജൻ ആയിരുന്നു ആദ്യം ഇത് ആക്സിഡൻ്റലി കണ്ടുപിടിച്ചത്. ഡോക്ടർ കൂപ്പർ. ഡോക്ടർ ഒരു പേഷ്യൻറ്റ്, പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ഒരു പേഷ്യൻറ്റിന് ഒരു ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറി ചെയ്യായിരുന്നു. ഈ ബ്രെയിൻ ട്യൂമറും പാർക്കിൻസൺസ് ഡിസീസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കാര്യമായിരുന്നു. ആ ബ്രെയിൻ സർജറി ചെയ്തുകൊണ്ടിരുന്നപ്പം ആ ഡോക്ടർ ആക്സിഡൻ്റലി ഒരു പർട്ടിക്കുലർ ആർട്ടറി കട്ട് ചെയ്തു. അത് ബ്ലീഡിങ് അന്നേരം ഉണ്ടായി. അത് ആർട്ടറി ടൈ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ പ്രൊസീഡഡ് വിതൗട്ട് എനി പ്രോബ്ലംസ്. ആൻഡ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പേഷ്യൻറ്റ് റിക്കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം സംതിങ് സ്ട്രേഞ്ച് ഹാപ്പൻഡ്. ആ പേഷ്യൻറ്റിൻ്റെ പാർക്കിൻസൺസ് ട്രെമർ അന്നേരം കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഡിസപ്പിയർ ചെയ്തു. ഡോക്ടർ ഇത് തിരിച്ചിത് ട്രീറ്റ്മെൻറ്റ് റിവ്യൂ ചെയ്തപ്പം ഈ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ഒറ്റൊരു വ്യത്യാസം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു സ്റ്റാൻഡേർഡ് സർജറിയെക്കാളും. അത് ആ ആക്സിഡൻ്റൽ കട്ടിങ് ഓഫ് ദി ആൻറ്റീരിയർ കൊറോയിഡൽ ആർട്ടറി ആയിരുന്നു. അന്നേരം ആ ഡോക്ടർ ഓർത്തു ചിലപ്പം ഇത് ഡെലിബറേറ്റ്ലി നമ്മൾ ടൈ ഓഫ് ചെയ്യാന്നില്ല, അത് ബ്ലോക്ക് ചെയ്യാന്നില്ല, ചിലപ്പം ട്രെമറിനെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു സർജറി പിന്നെ എക്സ്പെരിമെൻ്റലി ചെയ്യാൻ നോക്കിയത്. അത് ചെയ്തതുകൊണ്ട് ഒരു 8-10 വർഷത്തേക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് പാർക്കിൻസൺസ് ഡിസീസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. ഇതിന് പ്രധാനമായും 3 തരത്തിലാണ്. ഒന്ന് നോൺ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതായത് രോഗിയുടെ വെൽബീയിങ്, മൂഡ് എന്നിവ ഉത്തേജനം ചെയ്യാൻ വേണ്ടി ഫിസിയോതെറാപ്പി, എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ അതുപോലെയുള്ള നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ് ഒരു പരിധിവരെ രോഗിയെ സഹായിക്കുന്നതാണ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അഥവാ എന്തും നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ ഒരു പ്രധാന ചികിത്സയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ അഥവാ അതിലേറെ പ്രധാനപ്പെട്ടതാണ് മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള പാർക്കിൻസോൺസത്തിൻ്റെ ചികിത്സ. ആദ്യത്തെ സ്റ്റേജിൽ വരെ വലിയ രീതിയിൽ ഇത് ബാധിക്കാത്തപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേക ആവശ്യമില്ല. നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസിനെ ബാധിക്കാൻ തുടങ്ങുമ്പം നമുക്കിത് ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ടി വരും. അത് ഏത് സിംറ്റമാണ് ഏറ്റവും കൂടുതൽ അതിനനുസരിച്ചായിരിക്കും ഡോക്ടേഴ്സ് ഈ ഡ്രഗ്സിൻ്റെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം വിറയൽ കൂടുതലാണെങ്കിൽ ആൻറ്റികോളിനർജിക് ഡ്രഗ്സ് ആയിരിക്കും ഒന്നുകൂടെ യൂസ്ഫുൾ. സ്ലോനെസ്സോ സ്റ്റിഫ്നെസ്സോ കൂടുതലാണെങ്കിൽ സിൻഡോപ്പ പോലത്തെ ഉള്ള ഡ്രഗ്സ്, സിനമെറ്റ് പോലത്തെ ഉള്ള ഡ്രഗ്സ് ആയിരിക്കും ഒന്നുകൂടെ യൂസ്ഫുൾ. ജനറലി ഇത് സ്പെക്ട്രം ബ്രോഡൻ ചെയ്യുമ്പം ഈ കോമ്പിനേഷൻസ് ഓഫ് ദീസ് ഡ്രഗ്സ് വിൽ ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദീസ് പേഷ്യൻസ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പിലുള്ള മരുന്നാണ് MOA-B ഇൻഹിബിറ്റേഴ്സ് എന്ന ഗ്രൂപ്പിലുള്ള മരുന്നുകൾ. ഇത്രയും മരുന്നുകളാണ് സാധാരണയായി പാർക്കിൻസോൺസത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. സ്പെഷ്യൽ ഇലക്ട്രോഡ്സ് ഡയറക്റ്റ്ലി ബ്രെയിനിനകത്തോട്ട് ഒരു കോൺഷ്യസ് പേഷ്യൻറ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് ഈസ് ലൈക്ക് എ പേസ് മേക്കർ ബീങ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ആൻഡ് ഈ പേസ് മേക്കറിൻ്റെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റി ഓഫ് സ്റ്റിമുലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി നമുക്ക് മോഡുലേറ്റ് ചെയ്തിട്ട് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ സിംറ്റംസ് ഒത്തിരിയും കുറയ്ക്കാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ സർജിക്കൽ പ്രൊസീജിയറാണ് DBS ഓർ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ലേറ്റർ സ്റ്റേജസിൽ സിൻഡോപ്പയുടെ ഓർ അതിൻ്റെ ഡ്രഗ്സിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞു വരുമ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് DBS നമ്മൾ യൂസ് ചെയ്തൊരു സർജിക്കൽ പ്രൊസീജിയറായിട്ട് യൂസ് ചെയ്തിട്ട് കുറേ നാളത്തേക്കൂടെ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്ത് സിംറ്റംസ് കുറച്ചുകൊണ്ട് വരാം. ഇതിൻ്റെ മുമ്പായി ചെയ്തു വരുന്ന ഒരു ചികിത്സയാണ് ഈ ഡിസ്ട്രക്റ്റീവ് സർജറി, അഥവാ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏരിയ ഒരു സീരിയോടാക്റ്റിക് ഫ്രെയിം വെച്ചിട്ട് എവിടെയാണ് ഏറ്റവും കുഴപ്പം നോക്കി ആ ഭാഗം നശിപ്പിച്ച് കളയുന്നത്. അത് ഈയിടെയായിട്ട് അത് അത്ര അധികം ചെയ്യുന്നില്ല. ഇപ്പോൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നുള്ള സ്റ്റിമുലേഷൻ സർജറിയാണ്
ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർക്കിൻസൺസ് രോഗം ഒരാളിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. അതിനാൽ ക്ഷമയോടെയുള്ള പരിചരണം രോഗിക്ക് നൽകണം. മാംസ്യം കൂടുതലടങ്ങിയ ആഹാരം ഒഴിവാക്കുകയും പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലവും ധാരാളമായി ഉപയോഗപ്പെടുത്തുകയും വേണം. ദർ ഇസ് നോ ക്യൂർ ഫോർ പാർക്കിൻസോൺസും. അഥവാ പാർക്കിൻസോൺസ് നമുക്കൊരു മരുന്ന് വെച്ചിട്ട് പൂർണ്ണമായി മാറ്റിക്കളയാൻ പറ്റില്ല. അതിൻ്റെ ലക്ഷണങ്ങൾ അഥവാ പറയൽ, പിന്നെ നമ്മുടെ ചിന്തകൾക്കുള്ള സ്ലോനെസ്, റിജിഡിറ്റി എന്നിവ നമുക്ക് കൺട്രോൾ ചെയ്യാൻ മാത്രമാണ് മരുന്നിലൂടെ നാം സാധിച്ചെടുക്കുന്നത്. അല്ലാതെ പൂർണ്ണമായും ഒരു മരുന്ന് കൊടുത്ത് പാർക്കിൻസോൺസും പൂർണ്ണമായി ചികിത്സിക്കുക എന്നുള്ളത് ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പാർക്കിൻസൺസ് ഡിസീസ് ആർക്കും വരാം, നമുക്ക് വരാം, ആർക്കും വരാം. ഒത്തിരിയും വലിയ ഫേമസ് ആളുകൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പോപ്പ് ജോൺ പോൾ ദ ഫസ്റ്റ് ഹാഡ് പാർക്കിൻസൺസ് ഡിസീസ് ആൻഡ് ഹി ഡൈഡ് ഇവൻച്വലി ഓഫ് പാർക്കിൻസൺസ് ഡിസീസ്. അതുപോലെ തന്നെ യാസർ അറഫാത്ത് ഹാഡ് പാർക്കിൻസൺസ് ഡിസീസ്. മുഹമ്മദ് അലി ഇസ് എ വെരി ഫേമസ് എക്സാമ്പിൾ. മുഹമ്മദ് അലിയുടെ പാർക്കിൻസൺസ് ഡിസീസ് ബോക്സേഴ്സ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയും, പ്യൂജലിസ്റ്റിക് പാർക്കിൻസൺ. ഒത്തിരിയും പ്രാവശ്യം തലയിൽ ഇടി കൊണ്ടിട്ട് അതിൻ്റെ ഹെഡ് ഇഞ്ചുറിയുടെ ഒരു ഭാഗമായിട്ട് ആസ് എ ലേറ്റ് സ്റ്റേജ് യു ഡെവലപ്പ് പാർക്കിൻസൺസ് ഡിസീസ്. സോ ഇങ്ങനത്തെ ഒത്തിരിയും ഫേമസ് ആളുകൾക്ക് ഇത് വന്നിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക ഒരു കാരണമില്ല, ആർക്കും ഇത് വരാം. ഗുഡ് ലൈഫിൻ്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച മറ്റൊരു രോഗത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ആരോഗ്യമുള്ള ദിവസങ്ങൾ ആശംസിക്കുന്നു. നമസ്കാരം.